ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങളിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിന്ന് ഒരു കൊട്ടിക്കലാശം എന്ന പോലെ തന്നെ നമ്മൾ ഇറങ്ങിയേക്കാണ്. നമ്മുടെ ശിവാജി നഗർ, കൊമേഴ്സ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ് ഒക്കെ കവർ ചെയ്യാൻ പോവാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്ന്, പോരാത്തന്നെ ഇന്ന് വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല റഷും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഓളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റാണ്, അത് കഴിഞ്ഞാൽ ശിവാജി നഗർ, അത് കഴിഞ്ഞാൽ ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ 3 സ്ട്രീറ്റുകളും നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചർച്ച് സ്ട്രീറ്റിലേക്ക് മാത്രം നമുക്ക് ഒരു വണ്ടി വിളിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. ബാക്കി രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ഇവിടെ കണ്ട് അങ്ങനെ പതിയെ ശിവാജി നഗറിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വഴിയോരത്ത് ഇഷ്ടംപോലെ കടകളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ കുറേ ഡ്രസ്സുകളുടെ കടയും അതുപോലെ കാർപ്പറ്റ്, അങ്ങനെ ഒത്തിരി അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ടും അതിൻ്റെ കടകളാണ് കണ്ടത്. മറ്റ് കടകളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ഒന്നുകൂടി കൂടുതൽ അങ്ങനത്തെ കടകളാണ് കണ്ടത് ആ ഏരിയയിൽ ഞങ്ങൾ കണ്ടത്. ഇനിയും കാണാത്ത ഭാഗങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളിങ്ങനെ കുറേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അടുത്ത നമ്മൾ ശിവാജി നഗറിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഏരിയയിലോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് കുറേ മലയാളി ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ മുമ്പാണ് കുറേ മുമ്പാണ്, ഒരു 10 വർഷത്തിന് മുന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ വില നല്ലോണം പേശുമായിരുന്നു. പക്ഷേ ഇപ്പോഴും വില പേശുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം നമുക്ക് വില പേശാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ബാഗുകൾ കണ്ടപ്പോൾ മമ്മിയോടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഏത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ കടന്ന് ഞങ്ങളിങ്ങനെ ഒരു കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ ഒരു ചായക്കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വീണ്ടും നടത്തം തന്നെയാണല്ലോ, അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ നിന്ന് ശിവാജി നഗറിലോട്ട് എത്തിയിട്ടോ. ഇവിടെ എന്താ പറയുക, ഒരു സൂചി വീണ് അത് തപ്പി കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഒരു ഓളത്തിൽ ഇങ്ങനെ നടന്നു പോവാണ്. കാരണം മക്കളുണ്ട്, അപ്പോൾ ഒരാൾ അങ്ങോട്ടോടും ഒരാൾ ഇങ്ങോട്ടോടും, അപ്പോൾ അവരുടെ പിന്നാലെ ഞങ്ങളോടും. അങ്ങനെയായിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെയുള്ള പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് അത്ര അടുത്ത് എത്തിയിട്ടില്ല. അവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോകും. അപ്പോൾ അതുവരെയുള്ള സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കടയുണ്ടല്ലോ, ചൂരൽ കസാരയ്ക്കുള്ള കട, അത് ഞാൻ അന്ന് വന്നപ്പോഴും കണ്ട അതേ സെയിം കട, അതിനൊരു മാറ്റവുമില്ല. സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ദാ ഇവിടുന്ന് ഞങ്ങൾ പമ്പരൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചെവി അടയ്ക്കാൻ വേണ്ടി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഇരുട്ടായിട്ടോ, നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്, ഒരു പാത്രക്കട അന്വേഷിച്ച് നടന്നു പോവുകയാണ്. അതായിരിക്കും നമ്മുടെ നിറയെ ഭരണികളും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പള്ളിയിലോട്ട് പോകുന്ന ചുറ്റും തിരക്കം തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ കൊന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കാരണം ഗേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം പുറത്താണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ പള്ളിയുടെ പുറമേ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. പള്ളി നന്നായി ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടൊക്കെ ഒരു പ്രദക്ഷിണം പോലെയാണ്. മാതാവിൻ്റെ രൂപം കൈകളിലേന്തി കൊന്ത ചെല്ലിയിട്ടാണ് പോകുന്നത്.
അങ്ങനെ പ്രദക്ഷിണം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറന്നു. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറി അങ്ങനെ പള്ളിയുടെ നേർച്ച ഇട്ടിട്ട് പ്രാർത്ഥിച്ചൊക്കെ പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ് ചെയ്തത്. ഇവിടെയാണ് നേർച്ചയിടുന്ന സ്ഥലം. അപ്പോൾ പ്രാർത്ഥിച്ച് എല്ലാവരും നേർച്ചയിടുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടു. അപ്പോൾ ഇവിടെ എന്താ പറയുക, കാഴ്ച സമർപ്പണം എന്ന പോലെ മെഴുകുതിരിയൊക്കെ അവരിവിടെ കാഴ്ചയായിട്ട് അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് ഞങ്ങളിതാ ചർച്ച് സ്ട്രീറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വേറെ രീതിയാണ്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പോഷായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഏരിയ, ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ശിവാജി നഗറിനെക്കാട്ടും കുറച്ചും കൂടി ഉയർന്ന ഒരു പോഷ് ഏരിയ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ നടക്കുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും ദാഹമോഹങ്ങൾ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടും ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത്. അങ്ങനെ ഞങ്ങളത് അവസാനം ഇവിടെ ഞങ്ങൾക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം അത്യാവശ്യം എല്ലാവരും നടന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരമാണ് നമ്മൾ ആ ടാക്സിയിലൊന്നും ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ സ്വസ്ഥമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ.
അങ്ങനെ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ കുറച്ചേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല. നോറമ്മ അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു, ബലൂണൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരുടെ ജ്യൂസ് കുടിയും ഡാൻസ് കളിയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. പക്ഷേ രാത്രി ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക തിരക്കുള്ളത് കൊണ്ടും ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. എല്ലാ കടകളിലും കയറി എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിക്കാൻ നിന്നില്ല. കുഞ്ഞു മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് വേഗം അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാക്സിക്ക് ബുക്ക് ചെയ്തപ്പോൾ ഇന്ന് തിരക്കായതുകൊണ്ട് ടാക്സിക്കാരും വരവും ഇങ്ങോട്ട് കുറഞ്ഞേക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ മെട്രോ പിടിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി മെട്രോ സ്റ്റേഷനിലേക്കുള്ള നടപ്പാണ് ഇനിയുള്ളത്. അങ്ങനെ നമ്മളിതാ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മളിതാ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് റേറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നുകൂടിയും സൗകര്യം. നമ്മൾ ലൂബറും ഇതൊക്കെ വിളിക്കാനായിട്ട്. പക്ഷേ നമ്മൾ മെട്രോ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല നമുക്ക് അതിൽ മെട്രോയിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് മെട്രോ കയറുന്ന സ്ഥലത്തെത്തി. അപ്പം നമുക്കിങ്ങനെ ഒരു കോയിനാണ് കേട്ടോ തന്നിട്ടുള്ളത്. ആ കോയിൻ വെച്ചാലേ നമ്മുടെ അത് ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കോയിൻ വെച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരു മെട്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഇനി അടുത്ത
ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ സൈഡിലോട്ട് പോകാനുള്ള മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ മെട്രോയിൽ കയറിയിട്ടോ. അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മമ്മിക്കും ഒക്കെ ഇരിക്കാൻ അങ്ങനെ സീറ്റ് അവർ തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 പേര് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോപ്പ് ഉണ്ട്. ഞങ്ങൾ ഏതാണ്ട് ലാസ്റ്റ് 2-3 സ്റ്റോപ്പ് അപ്പുറമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏണസ്റ്റ് അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നൊക്കെ കളിക്കുകയാണ്. ആശാൻ ഇരിക്കാൻ സീറ്റ് കൊടുത്താലും ആശാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതുമ്പോൾ തൂങ്ങി നിന്ന് ആടുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് അങ്ങനെ നേരെ വീട്ടിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇനി നമ്മുടെ കയ്യിലുള്ള ആ കോയിൻ ഉണ്ടല്ലോ, ആ കോയിൻ ഈ ബോക്സിലോട്ട് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു. ഇനി നമ്മൾ അവിടുന്ന് വണ്ടി വിളിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.